മേൽവിലാസത്തിൽ 6 കള്ളവോട്ടുകൾ ചേർത്തുവെന്ന വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. സമഗ്ര അന്വേഷണം വേണമെന്ന UDF-ഉം LDF-ഉം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഗൂഢാലോചന നടന്നതായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഗതാഗതക്കുരുക്കിൽ സ്തംഭിച്ച് ദേശീയപാത അമ്പലൂർ. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാന നിർമ്മാണമാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. കോൺഗ്രസ് നേതാവ് MP ജാക്സനെതിരെ മണ്ഡലം പ്രസിഡന്റുമാർ പരാതിയുമായി രംഗത്ത്. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് പരാതി. റാപ്പർ ബാഡിനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നടപടി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി വീട്ടമ്മ. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിൽ 9 വോട്ടുകൾ കൂടുതലായി തങ്ങളുടെ മേൽവിലാസത്തിൽ ചേർത്തെന്നാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച് പരാതി നൽകിയതായും പ്രസന്ന അശോകൻ TCVയോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൽ തൃശൂരിൽ ക്രമക്കേട് നടന്നെന്ന് UDF-ഉം LDF-ഉം ആരോപണം ശക്തമാക്കുമ്പോഴാണ് വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. പൂങ്കുന്നത്ത് ഫ്ളാറ്റ് ഉടമ അറിയാതെ 9 വോട്ടുകൾ അധികമായി ചേർത്തു എന്ന് പറയുന്ന പൂങ്കുന്നത്ത് ഫ്ളാറ്റ് ഉടമ അറിയാതെ 9 വോട്ടുകൾ അധികമായി ചേർത്തു എന്ന് പറയുന്ന ക്യാപിറ്റൽ വില്ലേജിലെ ബ്ലോക്ക് 2-ലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ബ്ലോക്ക് 2-ലെ 4C ഫ്ളാറ്റ്, തൃശ്ശൂർ കോർപ്പറേഷൻ, വാർഡ് നമ്പർ 1, കെട്ടിട നമ്പർ 1780, 4C എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരോപണം ഉയർന്നത് ഈ വീട്ടുടമയിൽ നിന്നാണ്. ഈ വീട്ടുടമ അറിയാതെ 9 പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ വന്നു എന്നുള്ളതാണ്. പ്രസന്നയാണ് വീട്ടിൽ താമസിക്കുന്നത്. ഇത് ഏത് സമയത്താണ് വോട്ട് ചേർത്തത്? കഴിഞ്ഞ ഇലക്ഷനാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്താണ് ഇവിടെ പറഞ്ഞു കേട്ടത്. എത്ര പേരുകൾ ചേർത്തു? 9 ആളുടെ 10 ആളുണ്ട്, അതിൽ ഒരെണ്ണം എന്റെയാണ്, പിന്നെ 9 ആളുടെ വേറെ ആൾക്കാരാ. ഈ മറ്റേ 9 പേരുകൾ ചേർത്തു എന്നുള്ളത് എപ്പോഴാണ് അറിയുന്നത്? ഇലക്ഷന്റെ സമയത്ത്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന്റെ സമയത്താണ് പറഞ്ഞത്. അപ്പോൾ അത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു? ഞാൻ പരാതി കൊടുത്തല്ല, ഇവിടെ പാർട്ടിക്കാർ വന്നിട്ട് ചോദിച്ചു ഈ ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കുന്നതാണോ എന്ന് ചോദിച്ചു. ഏത് പാർട്ടിയിലുള്ളവരാണ്? ഈ അനിൽ എന്ന് പറഞ്ഞിട്ട് ഒരാളൊക്കെയാണ് വന്നത്, 3-4 ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലാറ്റിന്റെ നമ്പറിൽ ഈ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ, ഇവരെ പേരിൽ വോട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവരൊന്നും ഇല്ല, ഞങ്ങളിവിടെ താമസിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ നിങ്ങൾ ഇവരൊന്നും ഇതിലല്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പരാതി കൊടുക്കാനാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഈ ആൾക്കാരെയൊന്നും നമുക്ക് അറിയണതല്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതെ അതെ ഈ വോട്ട് ചെയ്തതിന് ശേഷം വോട്ട് ചെയ്തിരുന്നോ? ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ മറ്റു 9 പേർ വോട്ട് ചെയ്തിരുന്നു എന്നറിഞ്ഞോ? അതറിയില്ല. അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു, പോലീസ് വരലൊക്കെ ഉണ്ടായിരുന്നു. കള്ളവോട്ട് ചെയ്യാൻ ആൾ വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഇതിൻ്റെ പേരിലാണ് ആൾക്കാർ വന്നേക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കള്ളവോട്ട് ചെയ്യാൻ ആൾക്കാർ വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടായി, പോലീസ് വരലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇത്രയുമാണ് വീട്ടുടമയായ പ്രസന്നയ്ക്ക് പറയാനുള്ളത്. താൻ അറിയാതെ 9 പേരാണ് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. അവർ വോട്ട് ചെയ്തോ എന്നുള്ളതും അറിയില്ല എന്ന് അവർ പറയുന്നു. ക്യാപിറ്റൽ വില്ലേജ് ഫ്ളാറ്റിലെ പ്രസന്ന അവർ പറഞ്ഞിരുന്ന അനിൽ വഴിയാണ് പരാതി നൽകിയത്. അനിലാണ് ഇത് കണ്ടെത്തി പരാതി നൽകിയത് എന്ന് പറയുകയുണ്ടായി. അനിൽ കൂടെ ചേരുകയാണ്. അനിൽ കോൺഗ്രസ് പ്രവർത്തകനാണ്, കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് കൂടിയാണ്. അനിലിന് എന്താണ് പറയാനുള്ളത് ഏകാം? എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? അതായത് നമ്മൾ വോട്ട് ഇവർ ചേർത്തിട്ട് ലാസ്റ്റ് ലിസ്റ്റ് വന്നത് ഒരു 10-20 ദിവസം മുന്നെയാണ് ലിസ്റ്റ് വന്നത്, അഡീഷണൽ ലിസ്റ്റ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ കുറേ ആൾക്കാരെ നമുക്ക് മനസ്സിലാവാത്തുണ്ടായിരുന്നു. അങ്ങനെ നോക്കി വന്ന് നമ്മൾ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ അത് ചെക്ക് ചെയ്യാലോ എന്ന് വെച്ചിട്ട് സ്ലിപ്പ് കൊടുക്കാൻ ഈ പ്രസന്ന എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ 10 എണ്ണാണ് വോട്ടുള്ളത്. 10 സ്ലിപ്പാണ് കണ്ടത്. ഈ 9 പേരെയും അറിയില്ലെന്ന് അവർ പറഞ്ഞു. അതായത് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. ഏത് വഴിയാണ്, ഏത് രീതിയിലാണ് ഈ വോട്ട് ചേർത്തത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? അതായത് ഈ പ്രസന്ന എന്ന് പറഞ്ഞ സ്ത്രീയുടെ വോട്ട് ചേർക്കാനായിട്ട് അവർ ഇത് റെന്റൽ അഗ്രിമെന്റ് വാങ്ങിച്ചിട്ടുണ്ടാവും. ആ അഗ്രിമെന്റ് വാങ്ങിച്ചിട്ട് അപ്പോൾ ഇവർക്കും അറിയില്ല. ആ അഗ്രിമെന്റ് വാങ്ങിച്ച് ആ അഗ്രിമെന്റിൽ തന്നെ ഇവർ 9 ആളെയും ചേർത്ത്. പിന്നിൽ ആരാണ്, ഏത് വിഭാഗം, ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി പ്രവർത്തിച്ചെന്ന് കരുതുന്നു? BJP ആണ് 100% അത് ചെയ്തിട്ടുള്ളത്. ഈ 9 പേർ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, വോട്ട് ചെയ്യാൻ വന്നില്ല. കാര്യം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോളിംഗ് സ്റ്റേഷനിൽ നമ്മൾ ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ വേറെ 4 പേര് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവരെ തടഞ്ഞു നിർത്തലും കാര്യങ്ങളും ചാനലിൽ അറിയലും എല്ലാം കൂടിയായിപ്പോൾ ഇവർ പേടിച്ചിട്ട് വരാണ്ടിരുന്നായിരിക്കാം. ഈ 9 പേരെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? ഇല്ല, നമുക്ക് അറിയില്ല, എവിടെയെന്ന് തന്നെ അറിയില്ല. ഇത്രയുമാണ് അനിലിന് പറയാനുള്ളത്. അനിൽ വഴിയാണ് ഫ്ലാറ്റിൽ താമസിക്കുന്ന പ്രസന്ന പരാതി നൽകിയത്. എന്നാൽ ഈ 9 പേരും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിൽ വോട്ട് ചെയ്തില്ല എന്ന് അനിൽ പറയുന്നു. ഇതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഗൂഢാലോചന നടന്നതായി കോൺഗ്രസ് നേതാവും അന്ന്
ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിച്ച നരേന്ദ്രമോദിയുടെ 2024 ജനുവരി 3 തീയതിയുള്ള സന്ദർശനം മുതൽ ഗൂഢാലോചന പൂർണ്ണതയിലെത്തി. അന്ന് ആരംഭിച്ച ഗൂഢാലോചനയാണ് ഇലക്ഷൻ റിസൾട്ടിൽ പ്രതിഫലിച്ചത്. മാത്രമല്ല, ഇത്രയേറെ വിവാദങ്ങളുണ്ടായിട്ടും ഈ MP അവിടെ കാണാനില്ല. ഇതുകൊണ്ട് ഇത് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തു വരുന്നതാണ് പ്രതീക്ഷ. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഉപദേശം അനുസരിച്ച് കാര്യങ്ങൾ നീക്കും. വോട്ടെടുപ്പിൽ അട്ടിമറി നടന്നതായി രാഹുൽ ഗാന്ധി തിരികൊളുത്തിയ ആരോപണം ദേശീയ തലത്തിൽ കത്തിപ്പടരുമ്പോൾ ഇതേ വിവാദം തന്നെയാണ് തൃശ്ശൂരിലും ഉയരുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ മണിക്കൂറോളം ഗതാഗതക്കുരുക്കിൽ സ്തംഭിച്ചു. നൂറുകണക്കിന് വാഹനങ്ങളാണ് മണിക്കൂറോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. രാവിലെ മുതൽ നീണ്ട വാഹന നിരയാണ് ആമ്പല്ലൂർ ചാലക്കുടി പാതയിൽ അനുഭവപ്പെട്ടത്. ആമ്പല്ലൂരിലെ വാഹനനിര ഒരു സമയത്ത് ടോൾ പ്ലാസയും മറികടന്ന് തലൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിന് സമീപം വരെ എത്തിയിരുന്നു. ഇതോടെ വാഹനങ്ങൾ പലതും വഴിമാറി സമാന്തര പാതകളെ ആശ്രയിച്ചു. ഇതോടെ ആമ്പല്ലൂർ കല്ലൂർ മേഖലയിൽ ഗതാഗതം താറുമാറായി. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം വരെ 1 കിലോമീറ്ററോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. ബസ്സുകൾ ആമ്പല്ലൂർ ഒഴിവാക്കിയാണ് സർവീസ് നടത്തിയത്. ആംബുലൻസുകൾ ഏറെ നേരം ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. അടിപ്പാതയുടെ അനുബന്ധ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തുന്ന കാന തീർത്തതാണ് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നത്. കോൺഗ്രസ് നേതാവ് MP ജാക്സനെതിരെ മണ്ഡലം പ്രസിഡന്റുമാർ AICCക്കും KPCCക്കും പരാതി നൽകി. MP ജാക്സനെ കോൺഗ്രസിന്റെ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് കാർലം, പൊറുത്തിശ്ശേരി, വേളൂക്കര മണ്ഡലം പ്രസിഡന്റുമാർ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് പരാതി. ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയായ MP ജാക്സൺ കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് ജനങ്ങളിൽ അവമതിപ്പ് ഉണ്ടാക്കുമെന്ന് പരാതിയിൽ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിൽ പാർട്ടിയിലെ MP ജാക്സന്റെ സാന്നിധ്യം കരുവന്നൂർ വിഷയമടക്കം ഉന്നയിക്കുന്നതിന് പരിമിതികൾ ഉണ്ടാക്കുമെന്നാണ് നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. BJPയും LDFും ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് വിഷയത്തിൽ ശക്തമായ പ്രചരണമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ മുൻ KPCC സെക്രട്ടറി കൂടിയായ MP ജാക്സൺ പരിപാടികളിൽ മുഖ്യസ്ഥാനം വഹിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ, സണ്ണി ജോസഫ്, VD സതീശൻ, ജോസഫ് ടാജറ്റ് എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വേടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നടപടി. നേരത്തെ പുലിപ്പലുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ കേസിൽ വേടന്റെ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നു. പിന്നീട് അത് ഉപാധികളോടെ വിട്ടു നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് പോലീസ് പെട്ടെന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബലാത്സംഗ പരാതിയുമായി യുവതി രംഗത്തെത്തിയതിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനുശേഷം വേടൻ എവിടെയെന്ന് ആർക്കും അറിയില്ല. നിരവധി സംഗീത ഷോകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി വേടന്റെ അറസ്റ്റ് തടയാത്ത സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അക്കിക്കാവ് K കരുണാകരൻ റോഡ് തകർന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. പോർക്കുളം പഞ്ചായത്തിനെയും കടവലൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിന്റെ അറ്റകുറ്റപ്പണി വൈകുന്നതാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. റോഡ് PWD ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തകർന്ന റോഡിലെ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതോടെ വെള്ളം റോഡിൽ കെട്ടിനിൽക്കുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. തൃപ്രയാർ ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശീന്ദ്രൻ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത്, താന്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 5-ലാണ് തൃപ്രയാർ ജലോത്സവം. കാസർഗോഡ് നടന്ന അണ്ടർ-23 സംസ്ഥാന അമേച്ചർ റെസ്ലിംഗ് മത്സരത്തിൽ റയീസുദ്ദീൻ ആദൂർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. മാറമ്പള്ളി MES കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. ആദു മാനാത്തുപറമ്പിൽ റഫീഖ് തങ്ങൾ നൌഷിജ ദമ്പതികളുടെ മകനാണ്.
തെക്കങ്കര പഞ്ചായത്തും DTPCയും വാഴാനി DMCയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വാഴാനി ഓണം ഫെസ്റ്റ് സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ MLA സേവ്യർ ചിറ്റലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് EU മാലക്ഷ്മി, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, സബിത സതീഷ് എന്നിവർ സംസാരിച്ചു. 51 അംഗ കമ്മിറ്റിയെ യോഗം തിരഞ്ഞെടുത്തു. കേരള സർക്കാർ ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് ക്ഷീരസംഗമം നടന്നു. വെള്ളാറ്റഞ്ഞൂർ ഡയമണ്ട് ജൂബിലി പാരിഷ് ഹാളിൽ നടന്ന സംഗമം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, പുല്യന്നൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് MV രവികുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TR ശോഭി, രേഖ സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AV വല്ലഭൻ, ജലീൽ ആദൂർ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച ക്ഷീര കർഷകരെയും SSLC +2 വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. അധികം വന്ന് അതിന് കോട്ട നിശ്ചയിക്കുക എന്ന മിൽമയുടെ പഴയ സ്വഭാവത്തിൽ നിന്ന് മാറണം. എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് അളന്നതിന്റെ ഇത്ര ശതമാനം എടുത്തു എന്നൊക്കെ പറഞ്ഞ് വർഷക്കാലത്ത് ചിലത് വരികയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വരുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും ചെന്നാൽ ഇപ്പോൾ പാൽപ്പൊടിയുണ്ട്. വലിയ കുത്തക കമ്പനികളുടേതാണ്, നെസ്ല ഉൾപ്പെടെ. നമുക്ക് ആ മേഖലയ്ക്ക് മിൽമയുടെ ബ്രാൻഡ് കേരളമാകെ ഇന്ന് അംഗീകരിക്കുന്നതാണ്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തൃശൂർ യുവജന കലാവേദിയുടെ 3ാമത് ഉത്രാടക്കാഴ്ച സോവനീർ തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജയപ്പല്ലൻ പ്രകാശനം ചെയ്തു. തൃശൂർ യുവജന കലാവേദി പ്രസിഡന്റ് ആൽവിൻ ആന്റണി, കൺവീനർ PR രഞ്ജിത്ത്, കമ്മിറ്റി അംഗങ്ങളായ ജസ്റ്റിൻ ജോസഫ്, ജീസൺ തൈക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. വട്ടപ്പിന്നി പനമുക്ക ഭഗവതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. പനമുക്ക വിഷുവേല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന സപ്താഹത്തിന് തുടക്കമായി. പറവൂർ VG ഗോപാലകൃഷ്ണൻ, ഗുരുവായൂരപ്പൻ ദാസൻ എന്നിവർ നേതൃത്വം നൽകി. സപ്താഹം ഈ മാസം 17-ന് സമാപിക്കും. ആറ്റൂർ മണലാടി പാറപ്പുറം പ്രദേശത്ത് വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാരോപിച്ച് കോൺഗ്രസ് മണലാടി പാറപ്പുറം ആറ്റൂർ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പൊതുയോഗം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് ഉദ്ഘാടനം ചെയ്തു. VK മോഹനൻ അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ K നാരായണൻകുട്ടി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PP പ്രസാദ്, വാർഡ് പ്രസിഡന്റ് KM ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു. ആളുകളെ ഉപദ്രവിക്കുന്ന കാട്ടാനകളടക്കമുള്ള ക്ഷുദ്രജീവികൾ ഇറങ്ങുന്ന സാഹചര്യത്തിൽ ജീവൻ അപകടത്തിലായപ്പോൾ അതിനെതിരായി ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. പെരുവല്ലൂർ പൂച്ചക്കുന്ന് വയോധിക ബസ്സിൽ നിന്ന് വീണ് മരിച്ചു. പോത്തോ ബസ് സ്റ്റാൻഡിന് സമീപം താമസിക്കുന്ന പെരിങ്ങാട് വീട്ടിൽ ശ്രീധരൻ ഭാര്യ 74 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. ബിജോയ് വിവരങ്ങളുമായി ചേരുന്നു. ബിജോയ്, അതിദാരുണമായ ഒരു സംഭവം. എങ്ങനെയായിരുന്നു അപകടം? ബസിന്റെ അമിത വേഗമാണോ? ഈ ബസിന്റെ ഡോർ അടച്ചിരുന്നില്ലേ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലിറ്റി, ഇന്ന് രാവിലെ ആണ് അപകടമുണ്ടായത്. തൃശ്ശൂർ ഭാഗത്തു നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന ജോണീസ് ബസ്സിൽ പെരുവല്ലൂർ പൂച്ചക്കുന്ന് ഭാഗത്തു നിന്നാണ് നളിനി ബസ്സിൽ കയറുന്നത്. ഡ്രൈവർ സീറ്റിന്റെ പുറകുവശത്തായി നിന്നിരുന്ന നളിനി ബസിന്റെ പുറകിൽ ഒഴിഞ്ഞ സീറ്റ് കണ്ടപ്പോൾ അങ്ങോട്ട് പോകുന്നതിനുള്ള ശ്രമത്തിനിടെ ബാലൻസ് തെറ്റി മുൻഭാഗത്തെ ഡോറിലേക്ക് വീഴുകയായിരുന്നു. ഡോർ അടച്ചിരുന്നുവെന്നാണ് യാത്രക്കാർ പറയുന്നത്. നളിനി വീണ ആ പ്രഷറിനെ ഡോർ വീണ്ടും തുറക്കുകയും റോഡിലേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. ആ സമയത്ത് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ഉന്തുവണ്ടിയുടെ മുകളിലേക്കാണ് നളിനി വീണത്. ഉടൻ തന്നെ ബസ്സിലെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്.
ബസ്സിന്റെ ഡോർ അടച്ചിരുന്നെങ്കിലും ബസ് ആ ഒരു പ്രത്യേക വളവിലായിരുന്നു. ആ വളവിലായിരുന്നു കൊണ്ടാണ് ബാലൻസ് തെറ്റി വീഴാൻ ഇടയാക്കിയതെന്ന് ആൾക്കാർ പറയുന്നു, യാത്രക്കാർ പറയുന്നു. ശരി ബിജോയ്, വിവരങ്ങൾ നൽകിയതിന്. പെരുവല്ലൂർ പൂച്ചക്കുന്ന വയോധിക ബസ്സിൽ നിന്ന് വീണ് മരിച്ചു. പൊതു ബസ് സ്റ്റാൻഡിന് സമീപം താമസിക്കുന്ന പെരിങ്ങാട് വീട്ടിൽ ശ്രീധരൻ ഭാര്യ 74 വയസ്സുള്ള നളിനിയാണ് മരിച്ചത്. തൃശൂർ ചാവക്കാട് റൂട്ടിലോടുന്ന ജോണീസ് ബസ്സിൽ നിന്നാണ് വയോധിക വീണത്. ബസ്സിന്റെ ഡോർ അടച്ചിരുന്നു എന്നാണ് നിലവിൽ യാത്രക്കാർ പറയുന്നത്. വളവ് തിരിയുന്ന സമയത്ത് പെട്ടെന്ന് ഡോറിൽ വന്നടിച്ച നളിനി റോഡിലേക്ക് വീഴുകയായിരുന്നു. വാതിൽ പെട്ടെന്ന് തുറക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും നളിനി പൂവത്തൂർ ബസ് സ്റ്റാൻഡിന് സമീപം താമസിക്കുന്ന പെരിങ്ങാട് വീട്ടിൽ നളിനിയാണ് ബസ്സിൽ നിന്ന് വീണ് മരിച്ചത്. വിവരങ്ങളാണ് ബിജോയ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഡോക്ടർ MS മേനോൻ അനുസ്മരണ സമിതിയും ആമ്പലൂർ എഴുത്തകവും ചേർന്ന് കൊടകരയിൽ സംഘടിപ്പിച്ച MS മേനോൻ ജന്മശതാബ്ദി ആഘോഷവും സാഹിത്യ വിചാരവും മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി കൺവീനർ K. സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഡോക്ടർ കവിത സോമൻ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ലൈബ്രറി കൌൺസിൽ മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് രാജൻ നെല്ലായി, എഴുത്തകം പ്രസിഡന്റ് ED ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ സാഹിത്യ രംഗത്ത് വിമർശന ശാഖ പണ്ട് ഉണ്ടായിരുന്ന അത്ര സജീവമാണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. സാഹിത്യത്തിൻ്റെ മൂല്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിമർശന ശാഖ ശക്തമായിരിക്കണം. ഈ സന്ദേശമാണ് മേനോൻ മാസ്റ്റർ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകിയത്. അതുപോലെ തന്നെ അദ്ദേഹം പലതരത്തിലും സാഹിത്യ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഭാഷയുടെ ജനകീയവൽക്കരണമാണ്. പാമ്പാടി ആത്രേയ തപോവനത്തിൽ രാമായണം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ആത്രേയ റിസർച്ച് ഫൗണ്ടേഷൻ, സമർപ്പൺ കേരള എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് രാമായണം ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ശശി, ജനാർദ്ദനൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ സമര സംഗമത്തിന്റെ പ്രചരണാർത്ഥം പ്രചരണ ജാഥ നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത് നയിച്ച ജാഥ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം റോസൽ രാജു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി അംഗം MR അനന്തു അധ്യക്ഷത വഹിച്ചു. ബിനോയ് മഹേഷ്, സുഷി, ജിംസൺ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും പഞ്ചായത്തിലെ ബഹുമുഖ പ്രതിഭകളെയും ആദരിച്ചു. മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സിബി കൊടിയൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C. പ്രമോദ്, ഫൈസൽ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ഇഷ്ടമുള്ളത് കപ്പി മീൻകറിയാണ്, പക്ഷെ ചേട്ടാ നിർവാഹമില്ല, എന്റെ കുഞ്ഞിന് ഇത് പുട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ചേട്ടൻ ഇന്ന് പുട്ട്. വൺ ഇന്ത്യ വൺ പെൻഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഹാഷിമാണ് പ്രസിഡന്റ്. സെക്രട്ടറി വിൽസൺ P. ജോൺ, വൈസ് പ്രസിഡന്റ് ആന്റണി, ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. മുറ്റിച്ചു തപസ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സായി സഞ്ജീവിനി ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് ചന്ദ്രമര തൈകൾ വിതരണം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. സായി സഞ്ജീവിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ ജലീൽ, വാർഡ് മെമ്പർ സരിത സുരേഷ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ, വനിതാ വിംഗ്, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നിവ സംയുക്തമായി ആയുർവേദ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ KB അരുൺ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ശ്രീലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ശരീരം ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുരുതര രോഗം ബാധിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുടെ പോലെ തോന്നുന്നവരാണ്. പലപ്പോഴും മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട് അവരുടെ ശാരീരിക അവസ്ഥകൾ കണ്ടിട്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് കൊള്ളയ്ക്കെതിരെ മണത്തല മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുല്ലത്തറ ജംഗ്ഷനിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭ പ്രതിപക്ഷ നേതാവ് KV സത്താർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ CP കൃഷ്ണൻ, PT ഷൌക്കത്ത്, ഷിഹാബ് മണത്തല, അബ്ദുൾ സലാം കൊപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടകര മറ്റത്തൂർ കുന്നിൽ കോപ്ലി യോഹന്നാന്റെ വീട്ടിലെ CCTVയിൽ പുലിയുടേതെന്ന് കരുതുന്ന ദൃശ്യം പതിഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:45ഓടെയാണ് പുലിയുടെ രൂപസാദൃശ്യമുള്ള മൃഗം CCTVയിൽ പതിഞ്ഞത്. വീട്ടുകാർ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചു. ഡിവൈഎഫ്ഐ എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ മുൻ നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി PS ഷജിത്ത് നിർവഹിച്ചു. CPM ചന്ദ്രാപ്പിനി ലോക്കൽ സെക്രട്ടറി ഷീന വിശ്വൻ, TK ചന്ദ്രബാബു, MK ഫൽഗുണൻ, CPM എടത്തിരുത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AV സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥയുടെ സമാപനം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അഖിൽ ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം സുസ്മിതയെ സ്നേഹപൂർവ്വം. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി വീട്ടമ്മ. പൂങ്കുന്നത്തെ ഫ്ളാറ്റിന്റെ വിലാസത്തിൽ 6 കള്ളവോട്ടുകൾ ചേർത്തുവെന്ന വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. സമഗ്ര അന്വേഷണം വേണമെന്ന UDF-ഉം LDF-ഉം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഗൂഢാലോചന നടന്നതായി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഗതാഗതക്കുരുക്കിൽ സ്തംഭിച്ച് ദേശീയപാത ആമ്പലൂർ. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തുന്ന കാന നിർമ്മാണമാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. കോൺഗ്രസ് നേതാവ് MP ജാക്സണെതിരെ മണ്ഡലം പ്രസിഡന്റുമാർ പരാതിയുമായി രംഗത്ത്. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് പരാതി. റാപ്പർ വേർഡിനെതിരെ ലുക്കൌട്ട് നോട്ടീസ്. വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നടപടി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.